ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് 12th ജൂൺ. ഇന്ന് മാർക്കറ്റ് രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ US മാർക്കറ്റിൽ ഇന്നലെ ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിരുന്നു ആ സ്പേസ് എക്സ് എലൻ മാസ്കിന്റെ ലിസ്റ്റ് ചെയ്തത്. സോ അത് ഓൾമോസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഒരു ഒരു വേൾഡിൽ ആരും ഇത്ര വലിയ ലിസ്റ്റിംഗ് ചെയ്തിട്ടില്ല. സോ ഈ പണ്ട് സ്പേസ് എക്സിന്റെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ they made a lot of money by listing this. സോ അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിൽ ഇന്ന് US മാർക്കറ്റും വേൾഡ് മാർക്കറ്റൊക്കെ ഒന്ന് പെട്ടെന്ന് നാസ്ഡാക്ക് ആയാലും എല്ലാ സ്റ്റോക്സ് ഇസ് ഇൻ ദ ലൈം ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മാർക്കറ്റ് ലിഫ്റ്റ് ചെയ്ത്. സോ അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ എൻ്റെ പ്രതി പറഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഈ നിഫ്റ്റി ഓൾമോസ്റ്റ് 23,415 റേഞ്ചിൽ ഐ തിങ്ക് വി ഷുഡ് ബുക്ക് ദ പ്രോഫിറ്റ്. കാരണം ഇന്നലെ മിഞ്ഞാന്ന് 23,100 ലെവലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി HDFC ബാങ്ക് ഇന്ന് നല്ലൊരു മൂവ് ചെയ്ത്. HDFC ബാങ്ക് ആണ് നല്ലൊരു ബിഗസ്റ്റ് മൂവ് ചെയ്ത സ്റ്റോക്ക് ഇന്ന്. സോ അതിൻ്റെ വോളിയം നല്ല വോളിയം കാണുന്നു. പിന്നെ വേറൊരു കാര്യമൊക്കെ വെച്ചാൽ വേദാന്തൻ്റെ കമ്പനി സ്പ്ലിറ്റ് ചെയ്യാൻ വന്നു. വേദാന്ത ഇസ് കമ്പനി, വേദാന്തൻ്റെ അയൺ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. സോ അത് 3-4 കമ്പനിയായി പോകുന്നുണ്ട് വേദാന്തൻ്റെ. സോ അതിപ്പം നാളെ മറ്റന്നാൾ ലിസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളാണ്. അത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ കമ്പനി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, അലുമിനിയം, അയൺ, സ്റ്റീലിൻ്റെ ഇതൊക്കെ 4 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് വേദാന്തൻ്റെ. സോ വേദാന്തൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഈക്വലി ഷെയർസ് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ വേറൊരു കമ്പനി ഞാൻ കാണുന്നത് ഇന്ന് കാപ്പിലറി ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഇത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഏകദേശം 4,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഈ കമ്പനിക്കും AI സർവീസ് ചെയ്യുന്ന AI ഡ്രിവൺ ആണ് ഈ കമ്പനി. സോ ഇന്ന് നന്നായി ചെയ്തുണ്ട്. സോ ദാറ്റ് ഈസ് 511 rupees ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് സ്റ്റോക്ക് ഈസ് എക്സ്പെൻസീവ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഈ ലോകത്തിൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ചിട്ട് എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ വലിയ കട്ടൗട്ട് പോസ്റ്ററൊക്കെ വെക്കുന്ന കാണുന്നുണ്ട്. ഈ നാട്ടിൽ കട്ടൗട്ട് വെക്കുന്ന കാസർഗോഡിലുള്ളയും അല്ലെങ്കിൽ മലപ്പുറത്തുള്ള കുട്ടിയൊക്കെ എന്താണെന്ന് അറിയില്ലേ ഫുട്ബോളിനെ കുറിച്ചിട്ട്. ഫുട്ബോൾ ഈസ് എ ഹൈലി റേസിസ്റ്റ് ഗെയിമാണ്. ഇന്നലെ തന്നെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇറാഖിൻ്റെ വലിയൊരു സ്ട്രൈക്കർ ഫുട്ബോളർ പിന്നെ ഐമാൻ ഹുസൈൻ അമേരിക്ക വന്ന സമയത്ത് അമേരിക്ക അവരെ അലൗ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അവനെ ആ പ്ലെയറെ 7 മണിക്കൂർ 8 മണിക്കൂർ പിന്നെ ഡിറ്റൈൻ ചെയ്തിട്ടാണ് അവനെ പുറത്തിറക്കിയത്. അതുപോലെ എല്ലാ ഇറാനിൽ നിന്ന് വന്ന പ്ലേയേഴ്സിനും പിന്നെ അവർ വിസ എൻട്രി കൊടുത്തില്ല. പക്ഷെ പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് അവരെ അലൗ ചെയ്തു. പക്ഷെ അവർ പറയുന്ന ഇറാനിൽ നിന്ന് വന്ന പല കളിക്കാരെ കൂടെ വന്ന പല കളിക്കാർക്കും പിന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രിഗേറ്റ് ചെയ്യുന്ന ഹ്യൂമിനേറ്റ് ചെയ്യുന്ന കണ്ടുപോയാൽ. അതുപോലെ സൊമാലിയിൽ നിന്ന് വന്നൊരു റഫറി ഉണ്ട്, ഒമർ അബ്ദുൽ ഖാദിർ അട്ടാർ എന്ന് പറഞ്ഞ്. അവന് ഫിഫ അപ്പോയിന്റ് ചെയ്ത ഒരു ഒഫീഷ്യൽ റഫറിയാണ്. ഹി വാസ് ക്വസ്റ്റ്യൻ ഫോർ 11 hours അറ്റ് മിയാമി ഇന്റർനാഷണൽ എയർപോർട്ട് കടക്കുന്നതിന് മുന്നിൽ. സോ അവനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇതിനെ തിരിച്ച് ഇസ്താംബുളിൽ തിരിച്ചയക്കുന്നു. സോ ഏകദേശം അങ്ങനെ ഒരു ഹ്യൂമിലേഷനാണ് നടന്നത്. കാനലെ ഇതൊരു ഫുട്ബോൾ കോച്ച് പറഞ്ഞു, ഇത് ബെറ്റർ ടു നമുക്ക് ഈ ഫുട്ബോളെ വേണ്ട, ലെറ്റ് എൻജോയ് ദ ടൂർ ആൻഡ് കം ബാക്ക് എന്നുള്ള അവർ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇറാനിയൻ പ്ലേയേഴ്സ് മാത്രമല്ല, സെനിഗൾ, ഐവറി കോസ്റ്റ് ഇങ്ങനെയുള്ള കൺട്രികളിൽ നിന്ന് വന്നൊക്കെ ദേ ഹാവ് ടു ഫേസ് എ ഹ്യൂജ് റേസിസം ആൻഡ് ഓൾ ലെവൽസ് ഓഫ് റേസിസം അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ ഈ ഫുട്ബോളിനെ കുറിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നിങ്ങളെ നമ്മുടെ നാട്ടിലെ ഈ ഫുട്ബോൾ കട്ടൗട്ട് വെക്കുന്നത് ഇതൊക്കെ മോസ്റ്റ്ലി വൈറ്റ് പ്ലേയേഴ്സാണ്, വൈറ്റ് ക്ലബ്സാണ്. വെള്ളക്കാരൻ്റെ ഒരു മണി മേക്കിംഗ് റിസോഴ്സാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞത്. ഈ എന്താ പറയുക, ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ഇതൊന്നും ആ സ്ഥലങ്ങളിൽ ഫുട്ബോളൊന്നും വലിയ ഇതെല്ലാം. പക്ഷേ ഇതൊക്കെ AC മിലാൻ ഇതുപോലുള്ള വൈറ്റ് ക്ലബ്സാണ്. വൈറ്റ് മെജോറിറ്റി വൈറ്റ് സ്പോർട്സ്, വൈറ്റിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ്, വൈറ്റ് മീഡിയ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ നാട്ടിലും ആരെങ്കിലും ഒരു പെലേൻ്റെയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളിക്കാൻ്റെയോ ഫോട്ടോ വെച്ച് കണ്ടിട്ടുണ്ട്. എല്ലാം വെച്ച് വൈറ്റ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫുട്ബോൾ കളി നോക്കിയാലാണ് പറയുന്നത്. സോ നമ്മൾ നോക്കുക, നമ്മളെ ഇന്ത്യയിലും പാകിസ്ഥാനിലും അല്ലെങ്കിൽ ചൈനയിലും എല്ലാം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ നോബഡി നോസ് ദം. സ്പോർട്സിന് ഞാൻ കാണുന്നത് വെച്ചാൽ സ്പോർട്സ് ക്യാൻ ഡിവൈഡ് ഓൺ ബേസിസ് ഓഫ് നാഷണാലിസം, റേസിസം ആൻഡ് എത്നിക് ടെൻഷൻസ് ഉണ്ടാക്കാൻ പറ്റും.
അതൊരു വലിയൊരു എക്സാമ്പിളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നത് തലശ്ശേരിയിലാന്ന് തോന്നുന്നു ആദ്യമായിട്ട് കേരളത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് മാച്ച് കളിക്കുമ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദും പാകിസ്ഥാൻ്റെ സപ്പോർട്ടും തുടങ്ങിയത് തലശ്ശേരിയിൽ വെച്ചായിരുന്നു ആദ്യം നടക്കുന്നത്. പിന്നെയാണ് അത് കാസർഗോഡും മറ്റുള്ള സ്ഥലങ്ങളിലെ കുട്ടികൾ അതെടുത്തിട്ട് പാകിസ്ഥാനും ഇന്ത്യയും കളിക്കുന്ന സമയത്ത് പാകിസ്ഥാന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നാഷണലിസ്റ്റിക് ഒരു റേസിസ്റ്റ് ഓർ നാഷണലിസ്റ്റ് വാട്ട് എവർ യു ക്യാൻ സേ. സോ അത് ഈ സ്പോർട്സിനെ കൊണ്ട് അച്ചീവ് ചെയ്യുന്ന സ്പോർട്സ് അവർ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ സ്പോർട്സ് ക്യാൻ യൂണിഫൈ റാദർ ദാൻ ഡിവൈഡ് എന്നാണ് വേണ്ടത്. പക്ഷേ ഈ സ്പോർട്സ് ക്യാൻ യൂണിഫൈ സർട്ടൺ പ്രിൻസിപ്പിൾസ്. അതാണ് നമ്മൾ ക്രിക്കറ്റിലും കണ്ടത്. സോ ദാറ്റ് ഈസ് എ യുണീക്ക് എബിലിറ്റി ഓഫ് കണക്ടിങ് പീപ്പിൾ. പാകിസ്ഥാനിലൊരു കളിക്കാരനെയും കാസർഗോഡുള്ള ഒരു പ്ലെയറെയും തമ്മിൽ കാസർഗോഡുള്ള തമ്മിലുള്ള സ്പെക്ടേറ്റർ അല്ലെങ്കിൽ തലശ്ശേരിയുള്ള സ്പെക്ടേറ്റർ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിഗാർഡ്ലെസ് ഓഫ് ക്രീഡ്, ക്ലാസ്, റേസ്. അതാണ് നമ്മൾ ഫുട്ബോളിലും കാണുന്നത്. അങ്ങ് ബ്രസീലിലുള്ള കളിക്കാരനോ അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള ഒരു എംബക്കെ, അതിൻ്റെ പേരെന്നത് ഒരു ബ്ലാക്ക് പ്ലെയർ കെയിം ടു, ഞാൻ അതന്നെ പറയാനുള്ള കാരണം ഐ എം നോട്ട് എ റേസിസ്റ്റ് ബട്ട് തിങ് ഇസ് ദാറ്റ് ദ ഫ്രഞ്ച് പ്ലെയേഴ്സ്, ഫ്രഞ്ചുകാർ പറഞ്ഞു ഇവരെ കണക്ട് ചെയ്യാൻ പിന്നെ മലപ്പുറത്തുള്ള അല്ലെങ്കിൽ പിന്നെ കൊണ്ടോട്ടിയിലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡുള്ള പിള്ളേർക്ക് സാധിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്പോർട്സ്. പണ്ട് കാലത്ത് ഓർമ്മയുണ്ട്, നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ജയിച്ച സമയത്ത് ഫ്രഞ്ചുകാർ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് ദ ഫ്രഞ്ച് പീപ്പിൾ ജയിച്ച ഗെയിമിൽ ഇത് ആഫ്രിക്കൻസിൻ്റെ ഗെയിമായിരുന്നു. കാരണം ടീമിൽ മിക്കവാറും ബ്ലാക്ക് പീപ്പിളായിരുന്നു. നമ്മളെ ഇന്ത്യൻ്റെ എത്ര ആൾക്ക് ഇന്ത്യയിൽ അറിയാം? ഇന്ത്യയിലുള്ള ജയ്പാൽ സിംഗ് മുണ്ട എന്ന് പറഞ്ഞു. ജയ്പാൽ സിംഗ് മുണ്ട എന്ന് വെച്ചാൽ ലീഡിങ് ഫിഗർ. 1922 ഇന്ത്യ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ ജയിച്ച ഹോക്കി ടീം ജയിച്ച സമയത്ത് ഹി വാസ് വൺ ഓഫ് ദ ലീഡിങ് പ്ലെയർ. എത്ര ആൾക്ക് പിന്നെ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ഈ മിക്കവാറും ഗോൾ സ്കോർ ചെയ്തത് ബ്ലാക്ക് പീപ്പിൾ ആയിരിക്കും സ്കോർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും വൈറ്റ് പീപ്പിളുടെ പോസ്റ്ററും വൈറ്റ് പീപ്പിളുടെ കട്ടൗട്ടും ഇവിടെ കാണുന്നുള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയും, നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുന്ന ഒരു വേൾഡ് കപ്പ് നടക്കുന്നത് നമുക്ക് മിഷേൽ പ്ലാറ്റിനി, ബോറിസ് ബെക്കൻബോർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ക്ലീൻസ്മാൻ ജർമ്മനിയുടെ ആ സമയത്ത്. പക്ഷെ അന്ന് ഏറ്റവും അധികം സ്കോർ ചെയ്ത് റോജർ മില്ല എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് പ്ലെയർ ആയിരുന്നു. പക്ഷെ ഹൂ നോസ് അയാളെ കട്ടൗട്ട് എത്ര സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളിന്ന് വേൾഡ് കപ്പിൽ ഏറ്റവും സ്കോർ ചെയ്ത ഒരാളായിരുന്നു റോജർ മില്ല എന്ന് പറഞ്ഞ ആൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റേസിസം. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു പോയി എല്ലാം പ്ലേയേഴ്സ് കാണുന്ന ഏതെങ്കിലും ബ്ലാക്കിൻ്റെ പോസ്റ്ററൊന്നും കാണുന്നില്ല ഈ കുട്ടികൾ. പക്ഷേ ദേ ഡോണ്ട് നോ ദാറ്റ്. ഈ ഓസ്ട്രേലിയയിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഓസ്ട്രേലിയൻ്റെ ആദ്യത്തെ നാഷണൽ പ്ലെയർ ആയിരുന്നു പിന്നെ ആഡം ഗൂഡ്സ് എന്ന് പറഞ്ഞ ഒരാളുടെ. അയാളൊരു ഇൻഡിജിനസ് ഓസ്ട്രേലിയൻ പ്ലെയർ ആയിരുന്നു. ഇതെല്ലാം നിങ്ങൾ ടി വിയിലും ന്യൂസിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മൾ പണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു 13 വയസ്സുകാർ ഒരു വെള്ളക്കാരത്തി കുട്ടി ഇയാളെ ഏപ്പ് എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്നു. ഏപ്പ് ചിമ്പാൻസി എന്ന് വിളിച്ച് ഗെയിമിന് കളിയാക്കുന്നു. അത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ആ സമയത്ത്. കാരണം ഈ വൈറ്റ് പീപ്പിൾ എങ്ങനെ മറ്റുള്ള ആൾക്കാരെ പിന്നെ റേസിസ്റ്റ് വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുള്ള. കാരണം അവൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു. അവനാ റേസിസം പറഞ്ഞ് അവനെ ഡിമോട്ടിവേറ്റ് ചെയ്തത്. സോ അത് നമ്മൾ എല്ലാ സ്പോർട്സിലും കണ്ടാണ്. ഈവൻ ക്രിക്കറ്റിൽ പോലും ഞാൻ കണ്ടൊരു കാര്യം, ചില പണ്ട് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്നത് ഈ ഒരു മുത്തയ്യ മുരളീധരൻ എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കൻ്റെ ഒരു നല്ലൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഈ ശ്രീലങ്കൻ്റെ മുത്തയ്യ മുരളീധരനെ ബ്രിട്ടീഷുകാരും മറ്റേ ഓസ്ട്രേലിയക്കാരും അവൻ്റെ നോ ബോളാന്ന് പറഞ്ഞിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിരുന്നു. സോ ഫൈനലി ചെയ്തു. പക്ഷേ മുത്തയ്യൻ്റെ ഏത് വിക്കറ്റ് എടുത്താലും അവരന്ന് നോ ബോൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെള്ളക്കാർ ക്ലെയിം ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഈ സ്പോർട്സിൻ്റെ പറയാന്ന് വെച്ചാൽ ഈ സ്പോർട്സിനെ അട്രാക്ട് ലോട്ട് ഓഫ് മണി. സോ അതാണ് ഈ വൈറ്റ് പീപ്പിൾ കൺട്രോൾ ചെയ്യുന്നത്. സോ വൈറ്റ് പീപ്പിൾ അവരെ മീഡിയനെ കൺട്രോൾ ചെയ്യുന്നത്, അവരെ ടെലിവിഷൻ റൈറ്റ്സ്, അവരെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, ഗവേൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ വേറെ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അവർ വൈറ്റ് ആൾക്കാരായിരിക്കും. സോ അങ്ങനെയാണ് അവർ ചെയ്യുക. നിങ്ങൾ നോക്കിക്കോ, ലോകത്തിലുള്ള എല്ലാ മേജർ സ്പോർട്സ് നമ്മൾ ഒരു ചുരുക്കം സ്പോർട്സ് എടുക്കുക. ഫുട്ബോൾ, റഗ്ബി, ബേസ്ബോൾ, അമേരിക്കൻ ഫുട്ബോൾ, ഗോൾഫ്, ടെന്നീസ്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണി മേക്കിംഗ് സ്പോർട്സ് ഗെയിം തന്നെ. അല്ലാണ്ട് കബഡിയോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കളിയല്ല, ക്രിക്കറ്റും അല്ല. ഈ ലോകത്തിലെ ഏറ്റവും മണി മേക്കിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആയിരുന്നു. ഇതെല്ലാം ഇവിടുന്ന് വന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്ത് ഇടുന്ന വെസ്റ്റേൺ കൺട്രീസ് ആണ്. ഇത് അവരെ വെള്ളക്കാരൻ്റെ ഗെയിമാണ്. ഡോമിനേറ്റഡ് ബൈ ഈ ഗെയിം ഗോൾഫ് കളിക്കുന്നത് അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്നത് പ്രീ ഡോമിനേറ്റ്ലി ആരാണ് കളിക്കുന്നത്? നമ്മളെ ഇന്ത്യക്കാരുണ്ട്. എല്ലാം വൈറ്റ് ആൾക്കാരാണ് ജയിക്കുന്നത്. വൈറ്റ് മീഡിയാസ് കൺട്രോൾ ചെയ്യുന്നത്. അവരെ വൈറ്റ് പീപ്പിൾ ലിവിങ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് ആ മാച്ച് ടെലികാസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം അവർ പറയുന്നത് വെച്ചാൽ അവർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫീഫ എന്ന് പറഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫീഫ കളിക്കുന്നത് ഫീഫൻ്റെ ഹെഡ് ക്വാർട്ടർ സൂറിച്ചിലാണ് ഫീഫയുടെ ഹെഡ് ക്വാർട്ടർ. വേൾഡ് റഗ്ബിന്റെ ഹെഡ് ക്വാർട്ടർ ഡബ്ലിനാണ്.
ബ്രിട്ടനിലുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ആയാലും ലണ്ടനിലാണ്. സോ ഈ പിന്നെ ഇനി അതെല്ലാം പോട്ടെ, ഒളിമ്പിക്സിന്റെ ഒരു ആന്റി ഡോപ്പിംഗ് ഏജൻസി ഉള്ളത് കാനഡയിലാണ്. ഇതൊന്നും നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കൺട്രിയിലോ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങളെ പോയി ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അതിന്റെ ആൾക്കാർ പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നില്ല? ഇപ്പൊ നിങ്ങൾ 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്സ് എടുത്താലും 4 ഇന്റർനാഷണൽ ഗോൾഫ് ടൂർണമെന്റ്സ് ലോകത്തിലെടുത്താലും എല്ലാം വെസ്റ്റേൺ നേഷൻസിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോ സോക്കറിന് എടുക്കാറ്, നിങ്ങൾ സോക്കർ പ്ലേയേഴ്സിന് കൂടെ എല്ലാം വർഷിപ്പ് ചെയ്യുന്ന കാണുന്നത്, എല്ലാം മറ്റേ ഇവർക്ക് മാല ഇട്ടിട്ടും ഇവർക്ക് പൊട്ടാസ് പൊട്ടിക്കലും എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാണുന്ന ഓരോ കളികൾ കാണുന്ന ഈ ഫ്ലെക്സ് വെക്കലും ഇതൊക്കെ വെസ്റ്റേൺ ടീംസ് ആണ്, ഇതൊക്കെ വൈറ്റ് പ്ലേയേഴ്സ് ആണ്. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യന്റെ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് ഏഷ്യന്റെ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയുന്നില്ല? ഞാനൊരു എക്സാമ്പിൾ പറയാ, നിങ്ങൾ 2013 തോന്നുന്നത്, അന്ന് ഞാനിപ്പോൾ ഓർമ്മയുണ്ട്, അന്ന് പിന്നെ എ സി മിലാനും പിന്നെ ഒരു പ്രോ പാട്രിയ എന്ന 2 ക്ലബ്ബ് കളിക്കുന്ന സമയത്ത് അതിൽ പിന്നെ ഒരു ഖാന എന്നുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് കെവിൻ പ്രിൻസ് എന്നാണ്. ഈ കെവിൻ പ്രിൻസ് കളിക്കുമ്പോൾ ഈ എ സി മിലാനിൽ അയാളുണ്ടായിരുന്നു. അന്ന് പ്രോ പാട്രിയൻ്റെ എല്ലാവരും, പിന്നെ അയാൾ നല്ലൊരു മിഡ്ഫീൽഡായിരുന്നു, അയാൾ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് മിഡ്ഫീൽഡറും നല്ലൊരു കളിക്കാരനായിരുന്നു. അവനെ ഈ കളി തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ ഗാലറിയിൽ മുഴുവൻ മങ്കി ഏപ്പ് എന്ന് വിളിച്ചിട്ട് കളി തുടങ്ങി 20 മിനിറ്റിനുള്ളിൽ കളി സ്റ്റോപ്പ് ചെയ്യണ്ടോ അറിയാം. അത്രമാത്രം റേസിസ്റ്റുകളായിരുന്നു അവർ. അത് ഒരു ബ്ലാക്ക് പ്ലെയർ ഉള്ളതുകൊണ്ട് സോ അത് എന്നിട്ടെന്ന് ചോദിച്ചാൽ അവർ കളി സ്റ്റോപ്പ് ചെയ്ത് പോയിട്ട് ഈ ടീമിന് ചെറിയ $5,000 ഫൈൻ കൊടുത്ത് ഒഴിവാക്കിയത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് മച്ച് അത്ര ഒരു റെസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായി വൈറ്റ് പീപ്പിൾ. പിന്നെ ബ്ലാക്ക് ഫുട്ബോൾ പ്ലെയർ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് പിന്നെ ബ്രിട്ടീഷ് ടീമിലുണ്ടായിരുന്നു. അവരുടെ പേര് മോസസ് കെയ്ൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അതുപോലെ വേറെ 2-3 ആഫ്രിക്കൻ പ്ലെയർ. ഇവരെല്ലാം വിളിച്ചത് മങ്കികൾ ഏപ്പ് എന്നാണ് പറഞ്ഞത്. അന്ന് ബ്രിട്ടീഷ് ന്യൂസ് പേപ്പർ ഇൻഡിപെൻഡന്റ് പറഞ്ഞു റേസിസം ഇൻ ഫുട്ബോൾ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ആർട്ടിക്കിളൊക്കെ അന്ന് വന്നിരുന്നു. നിങ്ങൾ ആലോചിച്ചല്ലോ, ഡേവിഡ് ബെക്കാം അല്ലെങ്കിൽ റോജർ ഫെഡർ, പിന്നെ ഇങ്ങനെയുള്ള മൈക്കിൾ ജോർദാൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഹൗസ് ഹോൾഡ് നെയിംസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ്റെ കളിക്കാരൻ്റെ ഹൗസ് ഹോൾഡ് നെയിം ആയിരുന്നു. ഒരു സച്ചിൻ തെണ്ടുൽക്കറോ അല്ലെങ്കിൽ വി ഡോണ്ട് നോ ഹൂ ഇസ് ജഹാംഗീർ ഖാൻ അല്ലെങ്കിൽ അലി ഡേ എന്നൊരു കളിക്കാരുണ്ട്. അലി ഡേ എന്ന് വെച്ചാൽ ഇറാന്റെ ഏറ്റവും നല്ല കളിക്കാരായിരുന്നു. 148 ഗെയിമിൽ 104 ഗോൾ അടിച്ച ആളാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഗോൾ സ്കോർ ചെയ്താണ് ഇറാന്റെ അലി എന്നുണ്ട്. ഈ അലി ദൈനെ കുറിച്ച് ആരെങ്കിലും ഇവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മലപ്പുറത്തോ കൊണ്ടോട്ടിയിലോ പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇത് ലോകത്തിൽ ഏറ്റവും ഗോൾ ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഫുട്ബോളിൽ ഗോൾ അടിച്ച വ്യക്തിയാണ്. ആരും ഇതിന് ആരാധകരില്ലാരോ? എന്തുകൊണ്ടാണ്? അതെനിക്ക് മനസ്സിലായി. അതെന്തുകൊണ്ട് ചെയ്തില്ല? അയാളുടെ റെക്കോർഡ് 2021 ക്രിസ്ത്യാനോ റൊണാൾഡോ 2021 ബ്രേക്ക് ചെയ്തത്. അത്ര കാലം അയാൾ വേൾഡ് റെക്കോർഡായിരുന്നു. അയാൾ ഒരു പോസ്റ്റ് ഞാനിതിന് വേണ്ടില്ല. ഇന്ന് ഈടെ നോക്കി എല്ലാത്തും ലിയോണൽ മെസ്സിന്റെ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെയുള്ള ആൾക്കാരെ വൈറ്റ് ആൾക്കാരെ പോസ്റ്റേഴ്സ് അല്ലാണ്ട് നമ്മൾ കാണാറില്ല. ഇറാനിലെ ഒരു കളിക്കാരൻ അലി ഡേ എന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആളെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്യില്ല. അത്ര നല്ലൊരു കളിക്കാരനായിരുന്നു. പക്ഷെ നോബഡി റെക്കഗ്നൈസ് ബിക്കോസ് ഈസ് ഫ്രം ഏഷ്യൻ കൺട്രി. സോ ഇത് എല്ലാ സ്പോർട്സും നമ്മൾ നോക്കുക വെച്ചാൽ എല്ലാ മേജർ സ്പോർട്സ് ടെലിവിഷൻ ടെലികാസ്റ്റ് ചെയ്യുന്ന ടെലികാസ്റ്റിങ്ങിന്റെ റൈറ്റും ബാസ്കറ്റ് ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ടെന്നീസ് ആയാലും റഗ്ബി യൂണിയൻ ഇപ്പൊ ക്രിക്കറ്റ് മാത്രം ഒഴിവായിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഗെയിംസും ബെസ്റ്റ് എന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ ഇതാണ് ഏറ്റവും കൂടുതൽ മണി മേക്കിംഗ് ഗെയിം. ഇത് എന്തുകൊണ്ട് അവർ കൺട്രോൾ ചെയ്താൽ ഇവർ പറയുന്നത് വെള്ളക്കാർ കളിച്ചാൽ മാത്രമേ വെള്ളക്കാർ കാണും, വെള്ളക്കാർ ക്ലബ്ബുള്ള കളിയെ വെള്ളക്കാർ പോകും, അല്ലെങ്കിൽ മറ്റുള്ള കറുപ്പന്മാരെ കളിക്കുന്ന കളി അല്ലെങ്കിൽ ഏഷ്യക്കാർ കളിക്കുന്ന കളിയിലും വെള്ളക്കാർ പോയില്ല. അവരെ എന്റർടൈൻമെന്റ് കാണുന്നുണ്ട്. അവരെ ഗെയിമേ പോകും. നിങ്ങൾ നോക്കണം, പിന്നെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വഴിയുള്ളത് അവരെ ഓഫീസ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിന്റെ പ്രസിഡന്റ് ഒരു ജർമ്മനാണ്. സോ അറ്റ്ലീസ്റ്റ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു വൈറ്റ്, പക്ഷേ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റ് കൺട്രീസിനെ കൊണ്ട് മറ്റുള്ള കൺട്രികളിൽ ഏകദേശം 250 കൺട്രി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ ഏഷ്യൻ കൺട്രീസും മറ്റുള്ള കൺട്രീസുണ്ട്. സോ ഇത് ഞാൻ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു റേസിസ്റ്റ് കളിയാണ് ഈ ഫുട്ബോൾ മാച്ച് ഇപ്പം വേൾഡിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്നലെ തന്നെ അമേരിക്കയിൽ ഒരുവിധം എല്ലാ മറ്റേ ബ്ലാക്ക് നേഷൻസ്, തേർഡ് വേൾഡ് കൺട്രീസ് എല്ലാവരെയും അവർ സ്റ്റോപ്പ് ചെയ്തു. പല കളിക്കാർക്ക് കളി കാണാൻ വന്നതുകൊണ്ട് വിസ ഉണ്ടായിട്ടുള്ള അവർ ഡിനൈ ചെയ്തു. അൾജീരിയയിലും ടുണീഷ്യയിലുള്ള കുറേ എണ്ണം കളി കാണാൻ വന്നിട്ട് അവർക്കൊന്നും വിസ അമേരിക്കയിൽ എൻട്രീനെ കൊടുത്തില്ലതാണ്. കാരണം ടെററിസ്റ്റ് കൺട്രി ആയിട്ട് അവർ റെക്കഗ്നൈസ് ചെയ്യാൻ. പിന്നെ അതുപോലെ ബ്ലാക്ക് പീപ്പിൾ ആയാലും അവർ കടത്തുന്നില്ല. സോ ദിസ് ഈസ് വാട്ട് ഫുട്ബോൾ. ഇവിടെ കാണുന്ന ഈ ഫുട്ബോൾ മാങ്കവും ഇവിടെ കാണിക്കുന്ന കോപ്രായത്തരം കാണുമ്പോൾ എനിക്ക് ഇവരോട് പരമപൂച്ഛയെ തോന്നുന്നു. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ ടുഡേ. താങ്ക് യു ഫോർ ബീയിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.